പശ്ചിമേഷ്യയിൽ യുദ്ധം അതിന്റെ ഏറ്റവും തീവ്രമായ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ തെക്കൻ ലെബനൻ അതിർത്തിയിൽ ഇസ്രയേൽ സൈന്യം നേരിടുന്നത് സമാനതകളില്ലാത്ത വെല്ലുവിളികളാണ്. അതിർത്തി കടന്നുള്ള കരയുദ്ധം ആരംഭിച്ച് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഇസ്രയേൽ പ്രതിരോധ സേനയ്ക്ക് വലിയ തോതിലുള്ള ജീവഹാനിയും പരിക്കുകളും സംഭവിക്കുന്നതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. ഒരു വശത്ത് ഇസ്രയേൽ തങ്ങളുടെ സൈനിക കരുത്ത് ഉപയോഗിച്ച് ലെബനന്റെ ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് ഹിസ്ബുള്ളിയുടെ അതിശക്തമായ ചെറുത്തുനിൽപ്പ് യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ മാത്രം 48 ഇസ്രയേൽ സൈനികർക്കാണ് യുദ്ധക്കളത്തിൽ പരിക്കേറ്റത്. ഇതിനു പുറമെ മരണസംഖ്യയും ഉയർന്നതായാണ് സൈനിക വൃത്തങ്ങളിൽ നിന്നുള്ള സൂചനകൾ. യുദ്ധം തുടങ്ങിയത് മുതൽ ഇതുവരെ ഏകദേശം 300-ലധികം സൈനികർക്ക് പരിക്കേൽക്കുകയും അതിൽ പലരുടെയും നില അതീവ ഗുരുതരമായി തുടരുകയും ചെയ്യുന്നു. ഇസ്രയേൽ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ആയിരക്കണക്കിന് ആളുകളാണ് ഇതിനകം ആശുപത്രികളിൽ ചികിത്സ തേടിയിരിക്കുന്നത്. ഇത് കേവലം ഒരു സൈനിക ഏറ്റുമുട്ടൽ എന്നതിലുപരി മേഖലയിൽ ഉണ്ടാക്കിയിരിക്കുന്ന മാനുഷികാഘാതം എത്രത്തോളം വലുതാണെന്ന് വ്യക്തമാക്കുന്നു. തെക്കൻ ലെബനനിലെ ഭൂപ്രകൃതിയും ഹിസ്ബുള്ളിയുടെ അത്യാധുനികമായ ഗറില്ല യുദ്ധമുറകളുമാണ് ഇസ്രയേൽ സൈന്യത്തിന് ഏറ്റവും വലിയ ഭീഷണിയാകുന്നത്. പതിറ്റാണ്ടുകളായി തങ്ങൾക്കറിയാവുന്ന സ്വന്തം മണ്ണിൽ ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമണം നടത്താൻ ഹിസ്ബുള്ളയ്ക്ക് സാധിക്കുന്നു. ഒരേ സമയം റോക്കറ്റുകൾ വർഷിച്ചും ഒളിഞ്ഞിരുന്ന് മിന്നൽ ആക്രമണങ്ങൾ നടത്തിയും അവർ ഇസ്രയേൽ ടാങ്കുകളെയും കാലാൾപ്പടകളെയും ലക്ഷ്യമിടുന്നു. അതിവേഗത്തിലുള്ള സൈനിക നീക്കങ്ങളും തന്ത്രപ്രധാനമായ ഇടങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാകാനുള്ള കഴിവും ഹിസ്ബുള്ളിയുടെ പോരാളികളെ കൂടുതൽ അപകടകാരികളാക്കുന്നു. ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ ഇസ്രയേൽ സൈന്യം കഠിനമായി ശ്രമിക്കുന്നുണ്ടെങ്കിലും കരയുദ്ധത്തിൽ ഹിസ്ബുള്ളിക്ക് ലഭിക്കുന്ന മേൽക്കൈ അവരെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. യുദ്ധക്കളത്തിലെ സങ്കീർണതയെക്കുറിച്ച് ഇസ്രയേൽ സൈനിക ഉദ്യോഗസ്ഥർ തന്നെ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. കേവലം ബോംബാക്രമണങ്ങൾ കൊണ്ട് കീഴടക്കാൻ കഴിയാത്ത വിധം ആഴത്തിലുള്ള തുരങ്ക ശൃംഖലകളും അത്യാധുനിക ആയുധ ശേഖരവും ഹിസ്ബുള്ളയ്ക്കുണ്ട്. ഇസ്രയേൽ വടക്കൻ അതിർത്തിയിൽ നിന്ന് 10,000-കണക്കിന് ആളുകൾ ഒഴിഞ്ഞു പോയിരിക്കുന്ന സാഹചര്യത്തിൽ അതിർത്തി സുരക്ഷിതമാക്കുക എന്നത് ഇസ്രയേലിന് നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. എന്നാൽ ഓരോ ചുവട് മുന്നോട്ട് വെക്കുമ്പോഴും നേരിടേണ്ടി വരുന്ന ആൾനാശം രാജ്യത്തിനകത്ത് വലിയ ചർച്ചകൾക്കും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കും വഴിമാറുകയാണ്. സൈനികർക്ക് സംഭവിക്കുന്ന നാശനഷ്ടങ്ങൾക്ക് പുറമെ സാധാരണ ജനങ്ങളുടെ ജീവിതവും ദുരിതത്തിലായിരിക്കുകയാണ്. ആശുപത്രികൾ പരിക്കേറ്റവരെ കൊണ്ട് നിറയുന്ന സാഹചര്യമാണുള്ളത്. യുദ്ധം നീണ്ടുപോകുന്നത് ഇസ്രയേലിന്റെ സാമ്പത്തിക ഭദ്രതയെയും സൈനികരുടെ മനോവീര്യത്തെയും ബാധിക്കുമോ എന്ന ഭയം ഉയരുന്നുണ്ട്. അന്താരാഷ്ട്ര സമൂഹം വെടിനിർത്തലിനായി സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെങ്കിലും ലക്ഷ്യം കാണാതെ പിന്മാറില്ലെന്ന നിലപാടിലാണ് ഇസ്രയേൽ. ചുരുക്കത്തിൽ തെക്കൻ ലെബനനിലെ പോരാട്ടം ഒരു ദീർഘകാല യുദ്ധമായി മാറാനുള്ള എല്ലാ ലക്ഷണങ്ങളും കാണിക്കുന്നുണ്ട്. ഹിസ്ബുള്ളിയുടെ അപ്രതീക്ഷിതമായ തിരിച്ചടികളും ഇസ്രയേൽ സൈന്യം നേരിടുന്ന വർദ്ധിച്ചു വരുന്ന പരുക്കുകളും പശ്ചിമേഷ്യയെ കൂടുതൽ പ്രക്ഷുബ്ധമാക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഈ ഏറ്റുമുട്ടൽ ഏത് ദിശയിലേക്ക് നീങ്ങുമെന്നത് ലോകം ഉറ്റുനോക്കുന്ന പ്രധാന കാര്യമാണ്. ആക്രമണവും പ്രത്യാക്രമണവും തുടരുമ്പോൾ സമാധാനം എന്നത് ഇപ്പോഴും വിദൂരമായ ഒരു സ്വപ്നമായി അവശേഷിക്കുന്നു.